ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യമാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വിജൻ വായാന്തോടെ വിവരങ്ങൾ നൽകും. വിജൻ, ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു? ഒപ്പം ഇനി എന്തായിരിക്കും SITയുടെ തുടർ നടപടി? അനുഷ, രാവിലെ ഏകദേശം 10:30യോടെയാണ് അനന്തസുബ്രഹ്മണ്യത്തെ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സുബ്രഹ്മണ്യത്തെ ഒറ്റയ്ക്കിരുത്തിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ആണ് നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം 6 മണിയോട് അടുത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെഡിക്കൽ പരിശോധനകൾക്കായി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും തിരികെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസം മുമ്പാണ് സ്പെഷ്യൽ അന്വേഷണ സംഘം ഈ വിഷയത്തിൽ, സ്വർണ്ണപ്പാണി മോഷണം പോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത്. നാളെയാണ് ഹൈക്കോടതിയിൽ ആദ്യഘട്ട, അതായത് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. അതിനു മുമ്പിലുള്ള നിർണായക നീക്കമായിട്ടാണ് ഈ സുബ്രഹ്മണ്യത്തിന്റെ, അതായത് ആനന്ദ് സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യലിനെ കാണുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം. നാഗേഷ് ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അതായത് അനന്ത സുബ്രഹ്മണ്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിൽ എത്തിക്കുകയും ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നാഗേഷിന് കൈമാറുകയും ഒക്കെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം ശേഖരിക്കുന്നത്.